കാര്യങ്ങളൊക്കെ ശരി തന്നെ. എന്നാൽ ഈ ബോച്ചയുടെ കാര്യം, ഈ ബോച്ചൻ ഇവിടെ വയനാട്ടിൽ ഒരു കള്ള് ഷാപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിരുന്നു. വളരെ മോശം അനുഭവമാണ് എനിക്കും അവിടെ ഉണ്ടായത്. കാര്യങ്ങളൊക്കെ സത്യം തന്നെ. ബോച്ച കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. വയനാട്ടിൽ ഇപ്പം കുറേ മുട്ടേൻ്റെ പോലെയുള്ള കുറേ റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട്. അയാളുടെ വിദേശ പഠനത്തിൻ്റെ എല്ലാം അയാൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ മറ്റേ നമ്മൾ വരുന്ന വ്യക്തികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം മാത്രം അയാൾക്ക് അറിയത്തില്ല. അല്ലേ? സത്യമല്ലേ? എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇപ്പോൾ മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കൊണ്ടുവന്നു. ഹണി റോസിനെതിരായിട്ടുള്ള മൊണാലിസ എന്ന് പറഞ്ഞ പെൺകൊച്ചിനെ കൊണ്ടുവന്നു. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ കടയിൽ ചെന്നു, ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, വേറെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. എത്ര നേരം? 5 മിനിറ്റ് ഇരുന്നു, 5ആയി, 10ആയി, 15ആയി, 20ആയി, എന്നിട്ട് പോലും ഒരാൾക്കാരെ പോലും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് ബോച്ച ചെയ്യേണ്ടത്. കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറാൻ നിങ്ങളുടെ അവിടെയുള്ള സ്റ്റാഫിനോടൊന്ന് പറയേണ്ട ബോച്ച. എന്താണിത്? വയനാട്ടിലവിടെ മേപ്പാടിയിലവിടെ ഒരു കള്ള് ഷാപ്പിൻ്റെ ഇത് തുടങ്ങിയിട്ടില്ലേ? അതിൻ്റെ കാര്യമാണ് ബോച്ച ഞാൻ പറയുന്നത്. വേറൊന്നും. ഞാനൊരു വയനാട്ടുകാരിയാണ്. വയനാട് സ്ഥലത്ത് വന്ന് വയനാട്ടുകാരിയോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ബോച്ചെ? ഭയങ്കര മോശമായിപ്പോയി കേട്ടോ. ഭയങ്കര മോശമായി. ഞങ്ങൾ എത്ര നേരം അവിടെ ഇങ്ങനെ കുത്തിയിരുന്നു. മൊണാലിസനെ കൊണ്ടുവരാനും മറ്റേതിനെ കൊണ്ടുവരാനും ഇതിനെ കൊണ്ടുവരാനും മണിറോസിനെതിരെ ഓരോന്നും ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സമയമൊന്നുമില്ലേ? ഞാൻ ഇതേപോലത്തെ വീഡിയോ ഇടുന്നത് എനിക്ക് ഇത് ഒന്നും കിട്ടാനൊന്നുമല്ല. പക്ഷെ ഇതേപോലെ എന്താ പറയുക, കുറേ ആൾക്കാരെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ മാത്രം സൽക്കരിക്കാൻ വെച്ചിരിക്കുകയാണോ നിങ്ങളുടെ ഈ ഷാപ്പ്? അപ്പം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും അവിടെ വരുമൊന്നും വേണ്ടേ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോച്ചെ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല ഇതാണ്. നല്ല ആൾക്കാരുടെ എന്ന് പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ഒരു അറിവ് പകരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഹണിറോസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പണി കിട്ടിയത് കൊണ്ട് നിങ്ങൾ മൊണാലിസേനെ ഇറക്കി. ആയിക്കോട്ടെ, നല്ല കുട്ടിയാണ്. ഇങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് സാധാരണക്കാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ തരുവാണ്. പക്ഷേ അതിൻ്റെ പുറമേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. നിങ്ങളുടെ പക്കൽ എത്തുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയുകയാണ്, ഇതിന് മുമ്പേ ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. പക്ഷെ ആ വീഡിയോയിൽ അധികം ഇതായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പിന്നെ ഞാൻ അവിടെ പോയി പിന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അത് പോരാഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തിനാണ്? അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് വീഡിയോ എടുക്കാം, അങ്ങനെ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കൊന്നും വേണ്ടേ? എന്താണ് പോച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ പോച്ച്. താങ്ക് യു.